ഇതേതാ സ്ഥലം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് വഴിയാണിതെന്നുള്ളത്. ഒരു എന്നാ പറയുക, നല്ല കാലാവസ്ഥ, അതായത് നല്ല മരങ്ങളും കാട് പോലുള്ള സ്ഥലങ്ങളും എന്നാൽ അത്യാവശ്യം വീടുകളൊക്കെ അണിനിരക്കുന്നൊരു ഉൾപ്രദേശം, മനോഹരമായ പ്രദേശം. ഇപ്പോൾ ലൈക്കും കമൻറ്റും കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത്. നമ്മളൊരു സന്തോഷത്തിനിടയ്ക്ക് ഓരോ വീഡിയോ, നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളും നമ്മളിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇത് ഏതാണ് സ്ഥലം, ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം. ലോക്കൽ ഫോണൊക്കെ കൊണ്ട് അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. സാധാരണക്കാരെ അറിയാലോ, അതൊക്കെ ചെറിയ ഫോൺ. മലമ്പ്രദേശം എന്ന് പറയാനും പറ്റില്ല, എന്നാൽ അത്ര വലിയ ആൾ താമസമുള്ള സ്ഥലമല്ല. ഇനിയും നീ എന്നരികിൽ വന്നൊരു നാളുകൾ നൽകരുതേ, വീണ്ടും ഓരോ കഥകൾ പാടി നിൽക്കുന്നു. ഈ സൈക്കിൾ യാത്ര ചെയ്ത് പോകുന്ന കാര്യത്തിന് ഞാൻ കാൽനട യാത്രയായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ്. ഒരു ദിവസം ഒരു 15-20 കിലോമീറ്ററൊക്കെ പോകും, ഏകദേശം നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരിത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടെടുക്കുന്നതാണ് വീഡിയോകൾ. അല്ലാതെ നമുക്ക് വീഡിയോ ചെയ്യാൻ അതിന് മാത്രമുള്ള ഒരു സാഹചര്യമോ അതിനുള്ള സംവിധാനങ്ങളോ കയ്യിലില്ലാത്തവനാണ്. ഏത് ജില്ലയെന്ന് എനിക്ക് ഉറപ്പില്ല, കോട്ടയമാണോ പത്തനംതിട്ടയാണോന്ന് അറിയില്ല. പത്തനംതിട്ട ജില്ല കോട്ടയം ജില്ലേൻ്റെ ലാസ്റ്റൊക്കെ ആവും. നമ്മൾ ബോർഡർ കൂടെ ആവുകൊണ്ട് കറക്റ്റ് ബോർഡറിൽ ഉള്ള വഴിയാണ്. എവിടെ തീരുന്ന കോട്ടയം, എവിടെ തുടങ്ങുന്ന പത്തനംതിട്ട എന്നുള്ളത് അറിയില്ല. ഇവിടെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അറിയായിരിക്കും, നമ്മളിവിടെ ഉള്ള അല്ലല്ലോ. എന്നെ കാത്തിരുന്നു എന്നും അഴകേ ഇന്നത്തെ മലയും മോഹമറിയാൻ